ഹലോ ഗായ്സ്, MCFFിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ വീടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലെ ഗോൾ എന്താണെന്ന് വെച്ചാൽ പശു ഫാമും ആട് ഫാമും അതിൽ രണ്ടിലേതെങ്കിലും ഒരു ഫാം ഞാൻ ഇന്ന് ഉണ്ടാക്കും. പിന്നെ ഒരു പുതിയൊരു വീടും ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് മൂന്നുമാണ് ഇന്നത്തെ ഗോള്. ഇത് മൂന്നും ഞാൻ ഉണ്ടാക്കി ഷോർട്ടാക്കി ഒരു വീഡിയോയിലിടും. നല്ലൊരു എപ്പിസോഡായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ നമ്മൾ ഫാം ഉണ്ടാക്കാം. ഫാം ഉണ്ടാക്കിയിട്ട് നമ്മൾ റെഡിയാക്കാം ഗൈസ്. നമ്മുടെ അപ്പോൾ ഇന്നത്തെ ഗോളിലെ ഫസ്റ്റ് ഗോളായ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഒരു വീറ്റ് ഫാം തുടങ്ങാൻ പോവാണ് ഗൈസ്. ഓരോ വലുതൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് വീറ്റ് ഫാം തുടങ്ങി നട്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ വീടുണ്ടാക്കി സെറ്റായി വരുമ്പോഴത്തേനും വീറ്റൊക്കെ മുളച്ച് വലുതായിട്ടുണ്ടാവും. അതിന് നമുക്ക് വീറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് പശുവോ ആടോ ഫാം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വീറ്റ് ഫാം വെക്കാൻ പോകുന്നത്. അതിന് വീട്ടിലേക്കായിട്ടുള്ള കുറേ വിത്തുകൾ വേണം. വിത്ത് നമ്മൾ കളക്ട് ചെയ്യണം. ഇങ്ങനെ വിത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരം ക്ലീനും ആകും, വിത്തും കിട്ടും. അപ്പം ഇതൊക്കെ അത്യാവശ്യം വിത്തെടുത്തിട്ടാണ് ചേരാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ നട്ടു പിടിപ്പിക്കാം. അവിടെ ഫെൻസ് വെക്കുന്ന സ്ഥലമുണ്ട്, നമ്മളവിടെ നടുന്നില്ല. ഇപ്പം ഗൈസ് നമ്മളിവിടെ അത്യാവശ്യം ഫുള്ള് നടാൻ പറ്റിയില്ല, അത്ര ഉണ്ടായിരുന്നില്ല. എന്തോ നോക്കട്ടെ, കയ്യിൽ വേറെ ഇല്ല. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം ഫുള്ളാക്കുന്നതിനനുസരിച്ച് ഇവിടെ 2 കള്ളി, ആ സൈഡിലൊക്കെ ഫെൻസ് വെക്കുന്നേ. ഇവിടെയൊക്കെ ഗൈസ് സോംബി വന്നു ഗൈസ്. നമ്മൾ നേരത്തെ വീട്ടിൽ കയറുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. കിടക്കട്ടെ, കിടക്ക്. ഓക്കെ, അവിടെ റെഡിയാക്കിക്കൊണ്ട് പുറകുന്ന സോംബി വന്നടിച്ച് ശ്രദ്ധിച്ചില്ല. അയ്യോ, എസ്റ്റി പിടിച്ചു. സോംബി വെള്ളത്തിൽ ചാടി. സോംബിക്ക് ബുദ്ധിയില്ല നല്ലതാണ്. നമ്മുടെ അടുത്ത് പിന്നെ വീടുണ്ടാക്കാനായിട്ടുള്ള കുറേ വുഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എൻ്റെ ഹെൽത്ത് പോയത് കണ്ടത്. സോംബിയൊക്കെ പവറിലടിക്കാൻ എന്താ വെള്ളത്തിൻ്റെ അടിക്കുന്നത്. എന്തൊരടി അടിക്കുന്നതന്നെ. ഞാൻ മിക്കവാറും ഓക്കെ, അവനെ തീർത്തിട്ടുണ്ട് ഇപ്പം നമ്മളവിടെ ആക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യണം, അല്ലെ അവിടെ സോംബി വേഗം സ്പോണോ. അപ്പോൾ അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് റെഡിയാക്കണം. പിന്നെ കുറച്ച് ഫെൻസും വെക്കണം. കുറച്ച് ഫെൻസ് ഉണ്ടാക്കണം. ഒരു ഫെൻസ് ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഫെൻസ് ഇവിടെയാണ്. പുറത്ത് അവിടെ ഫെൻസ് വെക്കാം. നമ്മളിവിടെ ഫെൻസ് ഡോർ വെക്കാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫെൻസ് ഡോർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോർ, ഉള്ളിൽ കയറാനുള്ള. അപ്പം നമുക്ക് കുറച്ചുകൂടി വിത്ത് കിട്ടിയിട്ടുണ്ട്. ആ വിത്തും കൂടി അവിടെ നടാം. നമുക്കിപ്പോൾ വിത്ത് ബാക്കിയാണ്, 5 ബാക്കി. നമുക്ക് ആയിക്കുമ്പോൾ റെഡിയാവും. ഇതൊന്ന് മുറിച്ചിട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഗോളായ കൃഷി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ വീറ്റ് കൃഷി. ഇനി അതായിട്ട് വേണം നമുക്ക് ഫാം ഉണ്ടാക്കാൻ. അതല്ല ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളതുകൊണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പം തന്നെ ഒരു 2 ശവൽ ഉണ്ടാക്കിയിട്ട് പോവാണ്. നമ്മൾ 2 ശവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് കയറ്റാൻ എന്താ ഉണ്ടെന്ന് നോക്കാം. ഹെൽത്ത് കയറ്റാനൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഹെൽത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ പോയി നിന്ന് ചത്ത ഹെൽത്ത് കയറ്റിയിട്ടുണ്ട്. എന്തായാലും നമ്മളെടുത്ത 2 ശവൽ വെച്ച് നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഇതെടുത്തിട്ട് വരട്ടെ, മഞ്ഞ എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് മഞ്ഞയിൽ നമുക്ക് വീടുണ്ടാക്കാനുള്ള നമ്മുടെ സെക്കൻഡ് ഗോള്. എന്തായാലും ഞാൻ അവിടെ എത്തി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മഞ്ഞ വേണം. മഞ്ഞ എടുക്കുവാണ്. മഞ്ഞ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇൻവെൻറ്ററി ഫുള്ള് ഞാൻ മഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ആവശ്യത്തിനുള്ള കല്ലാവോ നോക്കാം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ആവശ്യത്തിലുള്ള ഗൈസ് നമ്മൾ ഒരു ഇൻവെൻറ്ററി ഫുള്ള് മഞ്ഞെടുത്തിട്ട് നമുക്ക് ആകെ 264 ഒരു 8 കിട്ടിയിട്ടുള്ളൂ ഇതുവരെയായിട്ടും. കണ്ടോ ഇത്ര കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വെറും 264 വെച്ച് എന്തായാലും വീടുണ്ടാക്കാൻ പറ്റില്ല. കണ്ടോ വെറും 7 വെച്ചൊരു കല്ല. അങ്ങനെയാണ് നമ്മൾ തീർന്നു ഗൈസ്. കണ്ടോ 7 വെച്ചൊരു കല്ല് അല്ലല്ലോ. നമുക്കിതും ഉണ്ടാക്കാം, കുഴപ്പമില്ല, സീനില്ല. എന്തായാലും നൈറ്റ് ആയിട്ടുണ്ട്. നമ്മളത് എടുത്ത് വന്നപ്പോഴത്തേനും നൈറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഉറങ്ങിയിട്ട് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2 ഇൻവെൻറ്ററി ഫുൾ എടുത്താൽ നമുക്ക് 4 സ്റ്റാക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും 4 സ്റ്റാക്ക് എടുക്കാൻ വേണ്ടി ആക്കുവാണ്. നമ്മളപ്പോൾ ഒരു 4 ഷവലിൻ്റെ അടുത്ത് ഉണ്ടാക്കണം. നോക്കട്ടെ, ഒരു ഷവൽ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മളൊരു 4 ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കല്ലെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോന് ലെങ്ത് കൂടുന്നുണ്ട്. ഞാൻ ആവശ്യമുള്ള മഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മഞ്ഞെടുക്കാൻ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. വിച്ചും ട്രേഡ് മാനും ഇവിടെ വന്നിട്ടുണ്ട്. ട്രേഡ് മാൻ ഇതാ അവിടെ. ട്രേഡ് മാൻ്റെ അതും അവിടെ ഉണ്ട്. വിച്ച് ഇതേ ഇവിടെ. വിച്ചിനെ തട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും നോക്കാം. പിന്നെ റെഡ് സ്റ്റോണ് നമുക്ക് ഇവനെ കൊന്നിട്ട് കിട്ടിയ മൈൻഡ് ചെയ്യാണ്ട് റെഡ് സ്റ്റോണും വേറെന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേര് നോക്കിയിട്ട് ഞാൻ പറയാം. ഇനിയിപ്പോൾ ഇവനെ കൊല്ലാൻ പോയാൽ നമ്മളെ ലാമ ഒരു തുപ്പിന് കൊല്ലും. ഫസ്റ്റ് നമ്മൾ ചത്തു കേസ് സീനില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഹെൽത്തുമായി എല്ലാം ഫുള്ളായി. ഇനി നമുക്ക് അവനെ പോയിട്ട് വീണ്ടും ഒന്ന് തട്ടിയാൽ മതി. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട് ഓഫ് ബുദ്ധി? എവിടെ അവൻ്റെ ഹെൽത്ത് പാതി മുക്കാലും കഴിഞ്ഞുണ്ടാവും. ഇവിടെ താഴ്ന്നു അവൻ ചത്ത്. അയ്യോ ഇവന്മാരെ സീന 2 തുപ്പിട്ട് ഇവന്മാരെ നോക്കും. എന്ന് വെച്ചാൽ അവിടെ നിൽക്കണ്ട, അവിടെ നിന്ന് അവന്മാർ തുപ്പിക്കൊണ്ടിരിക്കോളും. അപ്പോൾ എന്തായാലും മഞ്ഞെടുത്ത് കാണിച്ചു തരാം. ഗൈസ് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഷവലെല്ലാം വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഇൻവെൻറ്ററി ഫുള്ളാവാറായി. പിന്നെ ഞാൻ അതൊന്ന് കട്ടയാക്കി എൻ്റെ കയ്യിൽ നിൽക്കാൻ വേണ്ടി 64 കട്ട ഒരു 34 കട്ടയാക്കി. പിന്നെ എൻ്റെ ബോക്സിലും കുറച്ചുണ്ട്. ഞാൻ എന്തായാലും ഉള്ളത് വീട്ടിൽ വെച്ചിട്ട് ഇതും വീട്ടിലേക്ക് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്ന് രാവിലെ ആക്കിയിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട്. 1 2 3 4 5 സ്റ്റാക്കും 1 2 3 4 5 സ്റ്റാക്കും ഒരു 16 ഉണ്ട് നമുക്ക് വീടുണ്ടാക്കാനുള്ള. എന്തായാലും ഞാൻ ഇതിനകത്തെല്ലാം വെച്ച് ഒന്ന് ഹെൽത്ത് ഫുള്ളാക്കിയിട്ട് വരാം. എന്ന് വെച്ചാൽ ചാടിച്ചത്ത് ഹെൽത്ത് ഫുള്ളാക്കിയിട്ട് വരാം. അല്ലേ നമ്മുടെ പരിപാടി. അടുക്കളെ ചത്ത് പേടി ഹെൽത്ത് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട് പണിക്ക് ഞാൻ അങ്ങോട്ട് പോവാണ്. നമ്മുടെ കട്ടിലും ഇതെല്ലാം എടുത്തിട്ട് ഞാൻ പോവാണ്. നമ്മുടെ കട്ടിലല്ല, എൻ്റെ കട്ടിലൊക്കെ എടുത്തിട്ട് ഞാൻ പോവാണ്. ഒരു ശവലും അതൊക്കെ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാം. ഒരു കട്ടിൽ, ആവശ്യത്തിന് വുഡ്, ഒരു ആക്സ് ഇരുന്നോട്ടെ. വേറെ എന്താ വല്ല കുതിരേനും കിട്ടുവാണെങ്കിൽ പിടിക്കാനായിട്ട് വള്ളി എടുത്തിട്ടുണ്ട്. എന്തായാലും വെള്ള വീടിന് റോസ് വാതിൽ എന്തായാലും ചേരും. അതുകൊണ്ട് നമ്മുടെ അവിടെ സ്ഥലത്തെത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും വീടുണ്ടാക്കേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെയാണ് വീടുണ്ടാക്കുന്നത്. ഈ കളർ ഇവിടെ മഞ്ഞാണ്ട് തീ അങ്ങനെ പിടിക്കില്ല. നമ്മളിവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം ഇവിടെ വീടുണ്ടാക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ നമ്മളിവിടെ ആയിട്ടാണ് വീടുണ്ടാക്കാൻ വന്നത്. എന്തായാലും ഞാൻ വീടിൻ്റെ അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വലിയ വെറൈറ്റി ഒന്നും ആക്കുന്നില്ല, നമ്മളൊരു സാധാ ക്യൂട്ട് വീട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ അടിത്തറ ഏകദേശം ഇതേപോലെ ഇരിക്കും.
ഇതാ ഇവിടുന്നായിരിക്കും ഇവിടെ ആയിരിക്കും വാതിലൊക്കെ ആവുന്നത്. അപ്പോൾ ഞാൻ വീട് എൻ്റെ പകുതിക്ക് ഒന്ന് പകുതിയായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മുടെ വീട് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ക്യൂട്ട് വീടാണ് ഉദ്ദേശിച്ചത്. ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് ടെററായി. മേൽക്കൂര അങ്ങനെ തന്നെ ഒരു വീതി കുറച്ച് കുറവാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഡോർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ ഒരു ഈ ഡിസൈൻ കിട്ടിയതുകൊണ്ട് നമ്മൾ നൈസായി ഡോർ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഈ സൈഡ് പ്ലെയിനാണ്. ഈ സൈഡ് കാണാനും നല്ല രസമുണ്ട്. പിന്നെ പുറഭാഗം ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കുതിരയെ കിട്ടി. ആ വള്ളി കിട്ടിയതുകൊണ്ട് ഞാൻ അവിടെ കെട്ടി വെച്ച്. പുറഭാഗം ഇങ്ങനെയാണുള്ളത്. പിന്നെ ഇവിടെ നല്ല രീതിക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈ സിറ്റി ആയതുകൊണ്ട് സാധാരണ സിറ്റിയിലാണെങ്കിൽ മഴയായിരിക്കും. മഞ്ഞ് പെയ്ത് നല്ലൊരു മഞ്ഞ് വീടാക്കിക്കോളും. നിങ്ങൾ കണ്ടോ ഗൈസ്, ആ ഒരു ആട് തുള്ളിപ്പോയത് അവിടെ. ഞാൻ മഞ്ഞിപ്പെട്ടു ഗൈസ്. രക്ഷപ്പെട്ടു ഗൈസ്. ആകെ ആരാട്ടുള്ളൂ. ഇവിടെ സോംബി ഇതെല്ലാം വന്നിട്ട് തന്നെ വിച്ച് വന്നിട്ടൊരു പണിയൊക്കെ വന്നു ഗൈസ്. നിങ്ങൾ ഈ വീടിന് എത്ര റേറ്റിംഗ് കൊടുക്കുന്ന പറ. എന്തായാലും ഞാൻ ഈ വീടുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് താമസം മാറിയില്ല. ഞാനിവിടെ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയാം. എന്തായാലും ഇവിടുന്ന് റീസ്പോൺസ് പൊട്ടിച്ചിട്ട് ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. എനിക്കിത് കുറേ കിട്ടി. ഞാൻ വീടിൻ്റെ ഇതെല്ലാം മാറ്റിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനന്ന് കിട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ കട്ടിൽ എടുക്കട്ടെ. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാണ്ടോ. സെറ്റ് വീടാണ് നമ്മുടെ. കിടുവെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കുന്നു പറയാം. ഈ വീട്ടിൽ 10ൽ എത്ര കൊടുക്കുന്നു പറയാം. എന്തായാലും 10ൽ 10 ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് പിന്നെ മഞ്ഞിൽ ഭയങ്കര ഉണ്ടാക്കാൻ നല്ല പണിയായിരുന്നു. പൊട്ടിക്കുന്ന കിട്ടില്ല. പിന്നെ നൈറ്റ് ആവും. ഞാൻ വീണ്ടും പെട്ടു. ഇതേപോലെ തന്നെ പകുതി മുക്കാവട്ടം ഞാൻ പെട്ട് ഞാൻ ചാവാറായി. 2-3 വട്ടം ചത്ത്. എൻ്റെ ഐറ്റംസ് എല്ലാം പോയി. ഇതാ ഗായ്സ്. ഗായ്സ് ഞാൻ റീസ്പോണും പൊട്ടിച്ച്. ഇതെവിടെയാണോ സ്പോണായ ഗായ്സ്. നമ്മളിവിടെയാണ് സ്പോണായത്. പിന്നെ തൊട്ട് പറഞ്ഞ് നമ്മൾ റീസ്പോണും പൊട്ടിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു വട്ടം നമ്മൾ ആദ്യം ഇവിടെ തന്നെ സ്പോണായി. നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയേ. പക്ഷെ എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലുമൊക്കെ സ്പോൺ ആക്കിയാലോ. ഓക്കെ എന്നാൽ നമ്മുടെ സാധനങ്ങളവിടെ ഇവിടെ മറ്റേ മണ്ണാണ്. നമ്മൾ ഇതിലേ ഇങ്ങനെ പോയിട്ട് കളക്ട് ചെയ്യണം. പിന്നെ അവിടെ എന്തോ ഉണ്ടായിരുന്നല്ലോ, മൈ ബെഡ്. നല്ല എൻ്റെ ഹെൽത്ത് കൂട്ടി തന്നു. അവിടെ സാധനങ്ങൾ അതിൻ്റെ അടിയിലുണ്ടോ? ഉണ്ട്. എനിക്ക് കളക്ട് ആവുന്നുണ്ട് ഓരോന്ന്. ഓക്കെ, കളക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹെൽത്ത് കുറയും കൂടുന്നേരം അവിടെ നിന്ന്. അതുകൊണ്ട് നമ്മൾ അടുത്തേ പെട്ടു ഗായസ്. നമ്മൾ പെട്ടു ഗായസ്. എങ്ങനെയും വേണ്ടി സർവൈവ് ചെയ്യണം. നമ്മളെങ്ങനെ സർവൈവ് ചെയ്യും ഗൈസ്. ഞാനിവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഞാൻ തിരിച്ചെൻ്റെ പഴയ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ക്രീപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പോയാവും. നമ്മുടെ കൃഷി എന്തായാലും നോക്കട്ടെ. എന്തായാലും ഈ എപ്പിസോഡിൽ കൃഷി ചെയ്യുന്ന ഫുഡ് ഫാമും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മളത് ഇവിടുന്ന് കട്ട് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ വീറ്റ് ഫാമും ഫുഡ് ഫാമും സെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മഞ്ഞ് വീട്ടിലേക്കൊന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതായിരുന്നു നമ്മുടെ വീട്. നമ്മൾ ഒരു സ്മോൾ ഹൗസ് ഉണ്ടാക്കി. വലിയ ബിൽഡപ്പൊന്നും ഇല്ല, പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് പാടായിരുന്നു. നല്ലൊരു വീടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും. ഇവിടെ ജനലൊക്കെ ഫിറ്റ് ചെയ്യും അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജനൽ ഫിറ്റ് ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഡെക്കറേഷനും ഫാമും എല്ലാം കൂടി ചെയ്യുമല്ല, ഏതെങ്കിലും 2 കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യും. നമ്മൾ ഫുഡ് ഫാമല്ല, നമ്മൾ വീറ്റ് കൃഷി ചെയ്ത് ഒരു വീടും ഉണ്ടാക്കി. ഇന്നത്തെ കണ്ടൻറ്റ് അതായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളാരും ലൈക്കും സബും ചെയ്യുന്നില്ല. ഒന്ന് ലൈക്കും സബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. വ്യൂസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കയറുന്നുണ്ട്, നിങ്ങൾ കാണുന്നുമുണ്ട്. പക്ഷെ നിങ്ങളാരും അങ്ങനെ സബും ലൈക്കും ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണം ഗൈസ്. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് കമൻറ്റിനൊക്കെ. പിന്നെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ID ഒക്കെ. അത് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ID പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി ഞാൻ ഈ വീഡിയോ പറയുന്നു. ADHILL0_.
_ എൻ്റെ പേരിൻ്റെ മുമ്പിലും 2 _ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഇൻസ്റ്റയിൽ. ഈ ചാനലിൻ്റെ തന്നെ DP തന്നെ ആയിരിക്കും. എന്തെങ്കിലും വെറൈറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എന്തായാലും നിങ്ങൾ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുകയാണെങ്കിൽ ഞാനിത് വെറൈറ്റി ചെയ്ത് തരാം. നിങ്ങൾ പറയുന്നത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഞാനിവിടെ ഒന്ന് റിക്കവർ ആവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും. അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഗോൾ എന്തൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് ഒറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവന് ഞാൻ എന്തായാലും ഒരു ആർമർ ഉണ്ടാക്കും. അടുത്തായിട്ട് ഫുഡ് ഫാം, പശുവിൻ്റെ നമുക്ക് ലെതർ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ എന്തായാലും ഞാൻ ഫുഡല്ല ഇവനെന്തായാലും ഫുഡ് കൊടുത്ത് എൻ്റെ ഫ്രണ്ടാക്കി എൻ്റെ കുതിരയാക്കി മാറ്റും. അപ്പോൾ ഈ കുതിരയ്ക്ക് ഇടാനുള്ളൊരു പേര് നിങ്ങൾ കമൻറ്റിൽ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇടണം ഗൈസ്. നിങ്ങൾ കാണുന്ന മാത്രമല്ല കമൻറ്റിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആക്റ്റീവായി നിങ്ങളുടെ സംസാരിക്കാനും എല്ലാം പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ മാത്രം ഇടാണ്ട് കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കാം. ഇതേ പോകുന്നൊരു ക്രീപ്പർ ആകുമ്പോൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ക്രീപ്പർ പൊട്ടിത്തെറിപ്പിക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ പകുതി സ്ഥലം പോയിട്ടുണ്ട്. നമ്മളവിടെ എന്തായാലും നമ്മുടെ അടുത്ത് കുറേ ഉള്ളതുകൊണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു സ്മോൾ വീട് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.